മന്ന വീഡിയോയുടെ സൺഡേ ലൈറ്റിലേക്ക് ഹൃദ്യമായ സ്വാഗതം. സഭാപ്രസംഗി പുസ്തകം 3-ാം അധ്യായം 1-ാം തിരുവചനം. എല്ലാറ്റിനും ഒരു സമയമുണ്ട്, ആകാശത്തിന് കീഴിലുള്ള സമസ്ത കാര്യത്തിനും ഒരു കാലമുണ്ട്, അല്ലെങ്കിൽ ഒരവസരമുണ്ട്. നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ആഗ്രഹിക്കുന്നതല്ല, ദൈവം എല്ലാ കാര്യത്തിനും ഒരു സമയം വെച്ചിട്ടുണ്ട്. നമുക്ക് അതറിയാൻ പാടില്ല എപ്പോഴാണ് എന്താണ് സംഭവിക്കുന്നതെന്ന്. പലപ്പോഴും പലവിധ ആപലാദികളും സങ്കടങ്ങളും ദുഃഖങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളുമായിട്ട് കഴിയുന്ന നമ്മുടെ ജനം ദൈവത്തോട് ചോദിക്കും, ദൈവമേ സമയമായില്ലേ എന്ന്. സമയം ദൈവമാണ് നിശ്ചയിക്കുന്നത്. നമ്മൾ കാത്തിരുന്ന് പ്രാർത്ഥിക്കുക. ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. ദൈവത്തിനെല്ലാം സുസാധ്യമാണ്. ഞാനിത് പറയാൻ കാര്യം, ഇന്ന് എൻ്റെ പള്ളിയിൽ ഒരു അച്ഛൻ വന്ന് കുർബാന ചൊല്ലി. അച്ഛൻ അമേരിക്കയിൽ നിന്ന് വന്നതാണ്. അവിടെ വർഷങ്ങളായിട്ട് അച്ഛൻ കുടുംബമായിട്ട് താമസിക്കുകയാണ്. പക്ഷേ അച്ഛന് പട്ടം കിട്ടിയിട്ടില്ലായിരുന്നു, ചെമ്മാച്ചനായിരുന്നു. അപ്പോൾ ഒരു 30 വർഷത്തോളം, ഏകദേശം അത്രയും വർഷത്തോളമായി അച്ഛൻ ഈ മുഴുവൻ പട്ടം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ച് ഒരുങ്ങി ഇരിക്കുകയായിരുന്നു. അപ്പം അച്ഛൻ ഇന്നത്തെ പ്രസംഗത്തിൽ പറയുമായിരുന്നു, ദൈവം എല്ലാത്തിനും ഒരു സമയം ക്രമീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ 1 വർഷമായുള്ള പട്ടം കിട്ടിയിട്ട്. അപ്പോൾ അമേരിക്കയിൽ നിന്ന് സ്വന്തം നാട്ടിൽ വന്ന്, ഞങ്ങളുടെ ഇടവകക്കാരനാണ്. അപ്പോൾ ഇടവക പള്ളിയിൽ ഒരു കുർബാന അർപ്പിച്ച് ഞങ്ങൾക്കെല്ലാം വേണ്ടി പ്രാർത്ഥിച്ച് ഞങ്ങൾക്ക് വേണ്ടി കുർബാന അർപ്പിച്ചു. വളരെ സന്തോഷം തോന്നി. കാരണം അച്ഛൻ അങ്ങനെ ഈ സഭാപ്രസംഗി പുസ്തകത്തിലെ ആശ്രയിച്ചു. ഒരു സമയമുണ്ട്, എനിക്ക് ആ സമയത്ത് ദൈവം ഞാൻ ആഗ്രഹിക്കുന്ന ഈ അച്ഛൻ പട്ടം അല്ലെങ്കിൽ ഒരു വൈദികനാകാനുള്ള അവസരം ദൈവം തരും എന്ന് വിശ്വസിച്ച് പ്രാർത്ഥിച്ച് ഒരുങ്ങിക്കൊണ്ടിരുന്നു. ഒരിക്കലും നിരാശനായില്ല. എനിക്കും അതുപോലെ എന്നെ ശ്രവിക്കുന്ന എല്ലാവർക്കും കാണും ഓരോരോ പ്രാർത്ഥനാ വിഷയങ്ങൾ. ഈ പ്രാർത്ഥനാ വിഷയത്തിന് എന്താണ് മറുപടി കിട്ടാത്തത് എന്ന് നമ്മളെപ്പോഴും ഇങ്ങനെ നമ്മുടെ മനസ്സിൽ ഒരു ചോദ്യചിഹ്നമായിട്ട് ഉണ്ടായിരിക്കും. പക്ഷേ ഈ വചനം പറയുന്നു, എല്ലാറ്റിനും ഒരു സമയമുണ്ട്. അപ്പോൾ ആ സമയത്തെക്കുറിച്ച് നമുക്കറിയില്ല. ദൈവമാണ് ഈ സമയം നമുക്കായിട്ട് നിശ്ചയിച്ചു വച്ചിരിക്കുന്നത്. അപ്പോൾ വളരെ പ്രാർത്ഥനയോടും വളരെ പ്രത്യാശയോടും പ്രതീക്ഷയോടും കൂടി വചനത്തിൽ ആശ്രയിച്ച് എല്ലാ കാര്യങ്ങളും ദൈവത്തിൽ സമർപ്പിച്ച് ജീവിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. അതിനാണ് ഇതുപോലെയുള്ള വചനങ്ങൾ നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ, ബൈബിളിലൂടെ ലഭിക്കുന്നത്. അപ്പോൾ ബൈബിളിലെ ഓരോ വചനവും ഓരോ മാനസിക ആഗ്രഹങ്ങൾക്ക് ഉത്തരമായിട്ടാണ് വരുന്നത്. അങ്ങനെ ആ ഉത്തരം ലഭിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.